നമസ്കാരം, ഹരേ കൃഷ്ണ. അപ്പോൾ നല്ലൊരു വിഷുക്കാലം കൂടി വരവായല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷുക്കണി ഒരുക്കണം. എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത്? ആദ്യം നമ്മുടെ കൃഷ്ണനെ എടുത്ത് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് കൃഷ്ണനെ അണിയിച്ചൊരുക്കുക. അതിനുശേഷം ഒരു ഒട്ടുരുളിയിൽ വെള്ളരി വെക്കുക. കണിവെള്ളരി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കണിവെള്ളരി മഹാവിഷ്ണുവിൻ്റെ മുഖമാണെന്നാണ് പറയുന്നത്. പിന്നെ ഗണപതി പ്രാധാന്യമുള്ള ചക്ക വെക്കുക. മുരുകൻ ഇഷ്ടപ്പെട്ട മാങ്ങ വെക്കുക. അതിനുശേഷം ഭഗവതിക്ക് പ്രാധാന്യമുള്ള ഭഗവതിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വാൽക്കണ്ണാടി വെക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ ആ ഉരുളി നിറയ്ക്കുക. ശേഷം നല്ലൊരു പുതുവസ്ത്രം എടുക്കുക. പുതിയ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. കഴുകി ഉണക്കിയ ശുഭ്രവസ്ത്രം എടുത്തിട്ട് അതിന് മുകളിൽ ഒരു ഗ്രന്ഥം വെക്കുക. ആ ഗ്രന്ഥത്തിന് മുകളിലായിട്ട് ഒരു വെറ്റിലയിൽ സ്വർണം വെക്കുക. ഇനി സ്വർണ്ണമില്ലെങ്കിൽ ഒരു കണിക്കൊന്നയുടെ പുഷ്പം വെച്ചാലും മതി. അങ്ങനെ ഈ വർഷം എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ട് നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ.